എന്റെ സുധാകര, നിങ്ങൾക്കൊരു നല്ല കാര്യം വരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കൻ കണ്ണു തെളിഞ്ഞ് നടന്ന അതിന്റെ അന്തസ്സ് നമുക്കൂടല്ലേ. ആ പിന്നെ മനു വെളിനാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ കല്യാണക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ നോക്കൂ സുധാകര. പിള്ളേരങ്ങനൊക്കെ പറയും, പ്രത്യേകിച്ച് ആൺകൊച്ചുങ്ങൾ. എന്ന് വെച്ച് നമ്മുടെ ഭാഗത്തുനിന്നൊരു മുൻകരുതലുള്ളത് നല്ലതാണെന്നേ. അന്യനാട്ടിലുള്ള ഉദ്യോഗവും ജീവിതവും ഒക്കെ ആവുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴാ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ എവിടെയെങ്കിലും ഒരു കുരുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിൽ ആലോചനകളൊക്കെ വരുന്നുണ്ട്. നമുക്കിണങ്ങുന്ന എന്തെങ്കിലും ഒത്തുവന്നാ നോക്കാന്നാ മുരളി അശ്വതിയും പറയുന്നത്. നീ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം സുശീലയായിട്ടൊന്ന് ആലോചിക്ക്, എന്നിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി. പാട്ടമ്പലത്തിലെ സപ്താഹത്തിന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് സുശീലയോട് പറഞ്ഞേക്ക്. ആ ശരി, എന്നാ പിന്നെ വിളിക്കാം. ആരായിരുന്നു അമ്മേ ഫോണില്? കുറെ നേരം ആയാലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്കറിയാവുന്ന ആള് തന്നെ, നമ്മുടെ കൈപ്പള്ളിപ്പുറത്തെ സുധാകരൻ. ഏത്? നമ്മുടെ സുശീലയുടെ ഹസ്ബൻഡോ? അതെ. എന്തിനാ ഇപ്പൊ അയാള് വിളിച്ചത്? അവനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. മൂത്ത ചെറുക്കൻ മനുവിന് അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയിൽ ജോലിയായി. 1-2 മാസത്തിനകത്ത് പോകാന്ന്. എനിക്കറിയാമേ ആ പയ്യനെ. പണ്ട് അവനെയും കൂട്ടി സുശീലയുടെ ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ലോണിന്. അന്ന് എന്തൊക്കെയോ ഡോക്യുമെന്റ്സിന്റെ പ്രശ്നത്തില് ലോൺ പാസ്സാകാതെ പോയേനെ. പിന്നെ എന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനിലാ മാനേജർ സാങ്ഷൻ ചെയ്തത്. ആ കാര്യം ആരുടെയോ കല്യാണത്തിന് കണ്ടപ്പോ സുധാകരനും സുശീല എന്നോട് സൂചിപ്പിച്ചിരുന്നു. അന്ന് മറ്റൊരു കാര്യം കൂടി അവര് വലിയ താല്പര്യത്തോടെ എന്നോട് സംസാരിച്ചു. എന്ത് കാര്യം? ആ പയ്യന് വേണ്ടി നമ്മുടെ മാളുവിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. സുധാകരൻ അന്ന് കടക്കണിയിൽ പെട്ടുകിടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ അതിന് വലിയ താല്പര്യം കാണിച്ചില്ല. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ആ കാര്യം ഒന്നുകൂടൊന്ന് ആലോചിച്ചാൽ കൊള്ളാന്ന് തോന്നുന്നു. എന്താ നിന്റെ അഭിപ്രായം? ഇതിനിപ്പോ ഞാൻ എന്ത് പറയാനാമേ? മുരളി എത്തിയല്ലോ. ഞാൻ എന്തായാലും ഈ കാര്യം മുരളിയായിട്ടൊന്ന് സംസാരിക്കാൻ പോവുക. ആ മുരളി, കയ്യോടൊരു വിവരം പറയാനുണ്ട്. നീ ഇങ്ങോട്ടിരിക്കെ. ചായ എടുക്ക. അതെ, അശ്വതിയുടെ അച്ഛന്റെ കുടുംബ വഴിയുള്ള ഒരു ബന്ധുവിന്റെ കാര്യ. അശ്വതിക്ക് പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയൊക്കെ അറിയാം. സുധാകരൻ. പയ്യന്റെ അച്ഛന് സ്വന്തമായിട്ടൊരു ചിട്ടിക്കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. സമയദോഷം കൊണ്ടാവും അത് പൊളിഞ്ഞ് ചില്ലറ കടബാധ്യതകളൊക്കെ ഉണ്ടായി. എന്നാലും ഈ പയ്യൻ മിടുക്കനാ. ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ വലിയ ഉദ്യോഗമൊക്കെ കിട്ടിയിരിക്കുക. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? മാളുവിന്റെ കല്യാണക്കാരിയാണോ? അതെ, അത് തന്നെയാ. നല്ല ആൾക്കാരാ മുരളി. തന്നെയല്ല, അവരീ കല്യാണത്തിന് സമ്മതിച്ച കെട്ടുകഴിഞ്ഞ് ചെക്കൻ മാളുവിനെയും കൊണ്ട് അമേരിക്കയിലേക്ക് അങ്ങ് പോവില്ലേ. അവിടെ പോയി ഒരു കുടുംബജീവിതമൊക്കെ ആവുമ്പോൾ പിന്നെ ഇവിടുത്തെ കൂട്ടുകെട്ടിന്റെ കാര്യമൊക്കെ അവളങ്ങ് മറന്നോളൂ. അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് ഈ കാര്യം സുധാകരനോട് സംസാരിക്കാൻ. അത് ശരിയാവില്ലമ്മേ. ഉടനെ ഒരു കല്യാണത്തിന് മാളു തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ അമ്മേ തോന്നുന്നത്. ഉടനെ വേണോന്നല്ല ഞാൻ ഈ പറയുന്നത്. പൂജയൊക്കെ കഴിഞ്ഞ് അവളുടെ മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് ഈ കാര്യം പതിയെ അവളോട് പറയാം. കെട്ടാൻ പോകുന്ന പയ്യൻ അമേരിക്കയിലെ ഉദ്യോഗക്കാരനാണെന്നറിയുമ്പോ അവക്കും എതിരഭിപ്രായമൊന്നും ഉണ്ടാകാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുരളിയേട്ടൻ എന്താ ആലോചിക്കുന്നത്? ആ അരുണും നിന്നെ കാണാൻ വന്നിരുന്നു. മാളുവിന്റെ കോളേജിലെ ആ പയ്യനോ? എന്തിനാ അരുൺ വന്നത്? മാളുവിനെ കോളേജിൽ കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ വന്നത് ആ പ്രപ്പോസലിൽ അരുണിന് ഇപ്പോഴും താല്പര്യമുണ്ടെന്ന് പറയാനാ. എന്നിട്ട് മുരളിയേട്ടൻ എന്താ പറഞ്ഞത്?
ഞാനെന്തു പറയാനാ, ഇപ്പോഴത്തെ മാളുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു. ശേ, ആ കാര്യമൊന്നും നീ അവനോട് തുറന്നു പറയണ്ടായിരുന്നു മുരളി. ഒന്നാമതേ ആ പണിക്കാരുടെ മോളുമായിട്ടുള്ള കൂട്ടുകെട്ട് ആ പയ്യനും അവന്റെ വീട്ടുകാർക്കും ഒക്കെ കല്ലുകടിയായതാ. ഇനിയിപ്പൊ അതിന്റെ കൂടെ ഈ കാര്യം കൂടി അറിഞ്ഞാലോ? എന്നുവെച്ച് നമ്മൾ ആ ചെറുപ്പക്കാരനോട് ഇതൊക്കെ മറച്ചു വെക്കുന്നത് മോശമല്ലേ അമ്മേ? അതും അരുൺ ഇത്ര സിൻസിയറായിട്ട് നമ്മളെ തേടി വീണ്ടും വരുമോ? ആ, അതും നേരെ. ഒരു കണക്കിന് എല്ലാം ആ കൊച്ചിനോട് തുറന്നു പറഞ്ഞത് നന്നായി. അല്ല, അയാൾക്ക് സമ്മതമാണെങ്കിലും അയാളുടെ പെങ്ങളും അളിയനും ഇനി വീണ്ടും ഇങ്ങനൊരു ബന്ധത്തിന് തയ്യാറാവൂ? മാളൂനും നമുക്കും സമ്മതമാണെങ്കിൽ അപർണയും കിഷോറിനെയും കൊണ്ട് സമ്മതിപ്പിച്ചോളാമെന്ന് അരുൺ ഏറ്റിട്ടാ പോയത്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട മുരളി, നമുക്ക് ആ ആലോചനയായിട്ട് അങ്ങ് മുന്നോട്ട് പോകാം. അതാവുമ്പോ വീണ്ടും ഇനി ഒന്നേന്നും തുടങ്ങണ്ടല്ലോ. പരസ്പരം രണ്ടു കൂട്ടർക്കും എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യാം. തൽക്കാലം സുധാകരന്റെ മോന്റെ കാര്യം നമുക്ക് പെൻഡിങ് വെക്കാം. എന്താ മുരളി? വരട്ടെ, ധൃതി വെക്കണ്ട. ആദ്യം ആളും ഒന്ന് നോർമലാവട്ടെ, എന്നിട്ട് സാവധാനം അവളോട് ഈ കാര്യം പ്രസന്റ് ചെയ്യാം. അരുണും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ദാ. കണ്ടോ അച്യുതി, ആ നാശം പിടിച്ച കുടുംബമായിട്ടുള്ള അടുപ്പം നിർത്തിയപ്പോ തന്നെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ശരിയായി വരുന്നത് കണ്ടോ? ഇനി ആ പൂജ കൂടി ഒന്ന് നടന്നു കഴിഞ്ഞാ എല്ലാം മംഗളമാവും. നീ നോക്കിക്കൂ.